ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്തെ ലേഗാവ് എന്ന ചെറിയ മനോഹരമായ ഗ്രാമപ്രദേശത്തേക്കാണ്. ഇവിടെയുള്ളൊരു ചെറിയ പക്ഷെ വളരെ മനോഹരമായൊരു സ്പോട്ടാണ് ഓസസ്റ്റോ മിറ്റ് ഹാങ്കെബ്രൂക്ക്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മെമിംഗം സിറ്റിയിൽ നിന്ന് ഇവിടെ വരാൻ കാർ ഉപയോഗിച്ച് ഏകദേശം 20-25 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. സിറ്റി ഭാഗം വിട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ റോഡ് മുഴുവൻ കൺട്രി സൈഡായിട്ട് മാറും. ചുറ്റും പച്ചപ്പും വയലുകളും തുറന്ന സ്ഥലങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീടുകളും ഫാം ബിൽഡിങ്സും ഒക്കെ കാണാനായിട്ട് പറ്റും. ചില ഭാഗങ്ങളിൽ വീടുകൾ കുറവായി ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുള്ള ഫീൽഡ്സ് മാത്രമാണ് കാണുന്നത്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ വീണ്ടും ചെറിയ ഗ്രാമങ്ങൾ പോലെ വീടുകളും ചെറിയ ചർച്ചസും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ജേർണി വളരെ കാമായിരുന്നു. ഞങ്ങൾ പോയത് സൺഡേ ആയതിനാൽ റോഡിൽ വലിയ തിരക്കും ആളുകളുടെ ബഹളവും ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ സൺഡേ സാധാരണയായിട്ടൊരു ഫാമിലി ഡേ പോലെയാണ്. അതുകൊണ്ട് അധികം ആളുകൾ പുറത്ത് വർക്ക് ചെയ്യുകയോ ഷോപ്പിംഗ് ചെയ്യുകയോ ചെയ്യാറില്ല. പല ഷോപ്സും ക്ലോസ്ഡ് ആയിരിക്കും. ആളുകൾ അവരുടെ ഫാമിലിയുടെ കൂടെ വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് റോഡുകൾ പോലും വളരെ ക്വയറ്റായിരുന്നു. മുഴുവൻ അറ്റ്മോസ്ഫിയർ തന്നെ പീസ്ഫുള്ളായി തോന്നി. ഏകദേശം 25 മിനിറ്റ്സ് ഡ്രൈവിന് ശേഷം നമ്മൾ നിയർ ബൈ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് വാക്ക് ചെയ്താൽ ടവർ ഏരിയയിലെത്താം. ആ വഴിയും വളരെ നൈസാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോഴും ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കാടിൻ്റെ ഫീലാട്ടോ കിട്ടുന്നത്. നമ്മൾ നടന്ന് നീങ്ങുമ്പം ആദ്യം കാണുന്നത് ഈ ഡാം ഏരിയയാണ്. ഈ കാണുന്ന ഡാം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഡാമാണ്. ഇത് ഇല്ലർ റിവറിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. 1943 കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് പ്രധാന പർപ്പസ്. ഡാമിൻ്റെ ഭാഗത്ത് ഒരു ഫിഷ് ലാഡർ ഉണ്ടെന്നും പറയുന്നു. ഇത് മത്സ്യങ്ങൾ നദിയിൽ സ്വാഭാവികമായി മുന്നോട്ട് നീങ്ങാനായിട്ട് സഹായിക്കുന്നതാണ്. ഏകദേശം 6 മെഗാവാട്ട് വരെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ ഡാമിനുള്ളത്. ഈ ഡാം ഏരിയ പിന്നീട് ടൂറിസത്തിനും നേച്ചർ എക്സ്പീരിയൻസിനും വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കാണുന്ന ഒബ്സർവേഷൻ ടവറും സസ്പെൻഷൻ ബ്രിഡ്ജും ഒക്കെ നിർമ്മിച്ചത്. ഞങ്ങളിവിടെ എത്തിയപ്പം ആദ്യം കുറച്ച് സമയം ഡാം ഏരിയയുടെ അടുത്തുകൂടെ കുറച്ചു നേരം നടന്നു. അവിടെ വെള്ളം ഒഴുകുന്ന ശബ്ദവും ചുറ്റുമുള്ള ശാന്തമായ അറ്റ്മോസ്ഫിയറും കൊണ്ട് വളരെ റിലാക്സിംഗ് ആയിരുന്നു. അവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ വഴി ഹൈക്കിങ് ചെയ്യാൻ വരുന്ന ആളുകളും വളരെ ഉണ്ടായിരുന്നു. ചിലർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നതും ചിലർ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് നടക്കുന്നതും കണ്ടു. അതുകൊണ്ട് ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ഹൈക്കിംഗ് സ്പോട്ടാണെന്ന് പറയാം. ഇവിടെ വരാനായിട്ട് നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്രീ പ്ലേസ് ആണ്. നേച്ചർ എൻജോയ് ചെയ്ത് വാക്കിംഗ് ചെയ്യാനും ഹൈക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഈ കാണുന്ന ബ്രിഡ്ജിന് ഏകദേശം 80 മീറ്റർ നീളമുണ്ട്. ഈ ബ്രിഡ്ജ് മെയിൻലി ഹൈക്കേഴ്സിനും വിസിറ്റേഴ്സിനും ഇല്ലർ റിവർ ക്രോസ് ചെയ്യാനും റിവർ ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാനും വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് 2015ഓടെയാണ് ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഓപ്പൺ ചെയ്തത്. ഈ കാണുന്ന ടവറിന് ഏകദേശം 23 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടും കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ടവർ ഏരിയയ്ക്കും ബ്രിഡ്ജ് ഏരിയയ്ക്കും അടുത്ത് റെസ്റ്റോറൻറ്റ്സോ കഫേസോ സ്നാക്സോ വാങ്ങാനായിട്ട് ചെറിയ ഷോപ്പുകളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സിറ്റി ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഡെവലപ്പ് ചെയ്ത പ്ലേസ് അല്ല. നേച്ചറിലുള്ള ഒരു ക്വൈറ്റ് ഹൈക്കിംഗ് സ്പോട്ടാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വാട്ടർ ബോട്ടിൽസും അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് ഒക്കെ മുൻകൂട്ടി കൊണ്ടുവരുന്നത് നല്ലതാണ്. മെമിംഗം സിറ്റിക്ക് അടുത്തുള്ള ഈ ഈഡൻ സ്പോട്ടും ഡാം ഏരിയയും ബ്രിഡ്ജും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ജർമ്മനിയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.